ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. IPLുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ജൂലൈ 31 ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്നതായാണ് അറിയാൻ സാധിച്ചത്. BCCIയും ഫ്രാഞ്ചൈസി ഓണേഴ്സും IPL ഗവേണിംഗ് ബോഡിയും കൂടിയായിരിക്കും ഈ ഒരു ചർച്ച നടത്തുക. ഒഫീഷ്യലായുള്ള തീരുമാനങ്ങൾ അതിന് ശേഷമേ വരത്തുള്ളൂ. അത് നാളെ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ അതിനു മുമ്പ് തന്നെ എന്തൊക്കെയാകും എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ ഗൗരവ് ഗുപ്ത പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓരോ ടീമിനും എത്ര കളിക്കാരെ നിലനിർത്താം എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനം ഏകദേശമായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. 5 മുതൽ 6 കളിക്കാർ വരെ നിലനിർത്താൻ പറ്റും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ മെഗാ ഓപ്ഷൻസ് ഇപ്പോൾ നടത്തുന്നത് 3 വർഷത്തിലൊരിക്കലാണ്. അത് മാറ്റിക്കൊണ്ട് 5 വർഷത്തിലൊരിക്കൽ മെഗാ ഓപ്ഷൻ നടത്തണം എന്നുള്ളതാണ് വേറൊരു തീരുമാനം. അതുപോലെ പെർസ്യൂ എമൗണ്ടും അതുപോലെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സിനുള്ള ഒരു ഇൻക്രിമെൻറ്റും കൂടി ഈ ഒരു ഇതിൽ തീരുമാനിക്കുന്നുണ്ട്. ആക്ഷൻ പെർസ്യൂ വന്നിട്ട് 90 കോടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് 130 മുതൽ 140 കോടി വരെ ആക്കണം എന്നുള്ളതാണ് ടീമുകൾ പറയുന്നത്. അപ്പോൾ തന്നെ ഒരു ലേലത്തിൻ്റെ കുറച്ചുകൂടെ ഒരു പ്രസിദ്ധി അതിൽ വരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം പ്രധാനമായി പറയുന്നത് അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെ, ഒരു കപ്പിൾ ഓഫ് അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെയെങ്കിലും നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം 1 മുതൽ 2 പേരെയെങ്കിലും ഒരു ടീമിനെ നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അതിന് കാരണമായി പറയുന്നതിന് മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് ഓരോ ഫ്രാഞ്ചൈസിയും അവരുടേതായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടാണ് ഓരോ പ്ലെയേഴ്സിനെയും അൺക്യാപ്ഡ് പ്ലെയേഴ്സിനെയും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് മറ്റൊരു ടീമിലേക്ക് പോകുമ്പോൾ അവർക്കൊരു നഷ്ടമുണ്ടാകും എന്നുള്ളതാണ്. അത് ആ ഒരു കണക്കിലെടുത്താണ് ഇങ്ങനൊരു തീരുമാനം വന്നിട്ടുള്ളത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വധേര, നമൻദിർ, ആകാശ്, അതുപോലെ KKRൽ നിന്ന് അറോറ, റംദീപ് സിംഗ്, സുയാൻ ശർമ്മ, പഞ്ചാബിൽ നിന്ന് H ബ്രാർ, ആയുഷ് ശർമ്മ, ശശാങ്ക് സിംഗ്, P സിംഗ് ഒക്കെയാണ്. അതുപോലെ CSKയിൽ നിന്ന് മുകേഷ് ചൗധരി, സിമ്രജിത് സിംഗ്, സമീർ റിസ്വി, SRHൽ നിതീഷ് റെഡ്ഡി, അബ്ദുൾ സമദ്, RCBയിൽ നിന്ന് യശ് ദയാൽ, വിജയ് കുമാർ വൈശാഖ്, അനുജ് റാവത്ത്, ലൊംറോർ, അതുപോലെ ലക്നോയിൽ നിന്ന് മായങ്ക് യാദവ്, മോഹ്സിൻ ഖാൻ, അങ്ങനെയുള്ള തുടങ്ങിയ താരങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇവരിൽ നിലനിർത്താൻ തന്നെ ആയിരിക്കും മാക്സിമം ടീമുകൾ ശ്രമിക്കുക. അപ്പോൾ ഇതിൽ 2 പേരെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. അതുപോലെ ഒരു RTM കാർഡ് ഉണ്ടായിരിക്കും ഈ മെഗാ ഓപ്ഷനിൽ എന്നാണ് പറയുന്നത്. ഈ RTM കാർഡെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു താരത്തിനെ ഒരു ടീം ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു ടീം ആ ഒരു താരത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫിക്സ് ചെയ്ത് ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ പഴയ ടീമിന് ഈ പ്ലെയറിനെ തിരിച്ചെടുക്കാൻ പറ്റും, അതേ പ്രൈസിന് തിരിച്ച് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിനൊരു 2 സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയറിനെ ഓപ്ഷൻ പ്ലെയറിനെ കളഞ്ഞിട്ട് മറ്റുള്ള ടീമിനൊന്ന് പ്രൈസ് കൂട്ടി വച്ചാൽ തിരിച്ച് ആ ടീമിന് ഇവരെ എടുക്കണമെങ്കിൽ ആ ഒരു പ്രൈസിന് മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് മറ്റുള്ള പ്ലേയേഴ്സിന് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു റൂൾ വെച്ചു. പക്ഷേ അത് ഒരേ ഒരു പ്ലെയറിനെ മാത്രമേ അങ്ങനെ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇമ്പാക്റ്റ് പ്ലെയർ റൂളും അതുപോലെ തന്നെ നിലനിർത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനെ നിലവിൽ മാറ്റമൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഇമ്പാക്റ്റ് പ്ലെയർ റൂളും കൂടി ഈ 2025 നടക്കുന്ന IPL ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.